അവരുടെ അടുത്ത് പോയി സിയാറത്ത് ചെയ്യും. അത് ചെയ്തു കഴിഞ്ഞാൽ എല്ലാ വിഷമങ്ങളും തീർന്ന് എന്ന് ഷാഫി ഇമാമ് പറഞ്ഞിട്ടുണ്ട്. അത്തോത്തെ ഷാഫി ഇമാമ് അബൂ ഹനീഫ് ഇമാമിനെ കണ്ടിട്ടില്ല. അബൂ ഹനീഫ് ഇമാമ് വഫാത്തായ ദിവസമാണ് ഷാഫി ഇമാമ് ജനിച്ചത് തന്നെ. രണ്ടും ഒരു ദിവസമാണ്. ഷാഫി ഇമാമ് ജനിച്ചതും അബൂ ഹനീഫ് വഫാത്തായത് ഒറ്റ ദിവസം. അപ്പോൾ കണ്ടിട്ടുണ്ടാവില്ലല്ലോ. കാണാത്ത ഷാഫി ഇമാമ് ഇമാമൽ ആകും അബൂ ഹനീഫ തങ്ങളെ സിയാറത്ത് ചെയ്തിട്ട് കാര്യങ്ങൾ എളുപ്പമാകാറുണ്ട് എന്ന് പറയുന്നത്. ഇവിടെ അത് മഷൂറായ തരമാണ്. അയവമിയ എന്നാണ് ഇമാം അബൂ ഹനീഫ തങ്ങളെ സിയാറത്തിന്റെ തരത്തിന്റെ പേര് അയവമിയ. അയവമിയ അയവമിയ എന്ന് പറഞ്ഞാൽ ഓട്ടോറിക്ഷക്കാരൻ വരെ അവിടെ കൊണ്ടുപോയിത്തരും. ഇമാമുൽ അഅ്ളം അബൂ ഹനീഫ തങ്ങളുടെ പേരുകൊണ്ടാണ് ആ സ്ഥലത്തിന് അഅ്ളമിയ്യ എന്ന പേരായത്. അപ്പോ ഓട്ടോറിക്ഷക്കാരിന്റെ അവിടെ പോകണം, അഅ്ളമിയ്യയിൽ പോകണം എന്ന് പറഞ്ഞാൽ അവിടെ കൊണ്ടിറക്കി തരും. അത്രയും മഹത്വമായ സ്ഥലമാണ്. ഷാഫി ഇമാമ് വരെ അവരെ സിയാറത്ത് ചെയ്യാൻ പോയിരുന്നു എന്ന് പറയുമ്പോൾ സിയാറത്തിന്റെ മഹത്വം അത് ചെറുതൊന്നല്ല, വളരെ വലുതായി. അത് തന്നെയാണല്ലോ ലോകത്ത് എന്തെല്ലാം കൂട്ടർ പറഞ്ഞിട്ടും അതൊക്കെ മനുഷ്യ തിരിക്കൊള്ളാതെ ലക്ഷോപലക്ഷം ആളുകൾ മദീന മലമുറയിൽ പോവുകയും അവിടെ സിയാറത്താക്കുകയും അതുപോലെ തന്നെ ഇവിടെ പണ്ട് യുദ്ധം കണ്ട കാലത്ത് എത്രയോ പീരങ്കികളും അതെല്ലാം വിട്ടിട്ടു. ഈ കെട്ടിടത്തിനും ഈ പള്ളിക്കും നമുക്ക് ഒന്നും സംഭവിച്ചിട്ടില്ല. അങ്ങനെ ഇവിടെ കാത്തു സൂക്ഷിക്കപ്പെട്ടുകൊണ്ട് അവരുടെ എല്ലാവരുടെയും മതം കൊണ്ട് അതുപോലെ ഇവിടെ സിയാറത്ത് ചെയ്യാനുള്ള വേറെ സ്ഥലങ്ങളുണ്ട്. ജനങ്ങൾ അള്ളാഹുവിന്റെ സ്ഥലം ഇവിടെയാണ്. വേറെ കുറെ അമ്പിയാക്കന്മാരുടെ കബറുകളുണ്ട്. ഇതിന്റെ പള്ളി കൊണ്ട് നോക്കിയാൽ കാണാതെ ഒന്നിന്റെ മുകളിലാണ്. ഇത്രയും അടുത്താണ്. അതേ പത്രമാനി അവരൊക്കെ ഇവിടെയാവുന്നത്. അഹമ്മദ് ആമ്പൽ അഹമ്മദുകൾക്ക് പേരിട്ട് പാടി ഈ നാട്ടിൽ തന്നെയാണ് പഠിച്ചു. നാളെ പോകാൻ കഴിയുന്നവല്ല. അതെ മുംബൈയിലാണ്, ജപ്പാനിലാണ്. അവിടെ പോകാനൊന്നും നാളെ സമയം കിട്ടുമെന്നറിയാം. ഇവിടെയൊക്കെ പോയി യാത്രയിൽ പോകും. ഇവിടെ നമ്മൾ യാത്ര ചെയ്യുന്നവരും ചെയ്യാത്ത കുറെ ആളുകളും ഉണ്ട്. പഴയ ആളുകളുമുണ്ട്. പിന്നെ അല്ലാഹുതആല അവരുടെ എല്ലാവരുടെയും ലോകങ്ങളെ താമസിക്കാൻ നയിക്കുന്നവരെ അള്ളാഹു ചെയ്ത് ജീവിക്കാനോ കഴിക്കുന്ന സമയത്ത് ഈമാൻ തരാമത്തായി ഭയന്മാർക്കും മക്കൾക്കും കുടുംബത്തിനും എല്ലാവർക്കും അള്ളാഹു മരിച്ചുപോയ ആളുകൾ കബറിനോട് കിടക്കുന്നുണ്ട്. അള്ളാഹു തആല അവർക്കെല്ലാം കബറിന് നല്ല വെളുത്തം കൊടുക്കട്ടെ. എല്ലാവർക്കും കൊടുക്കട്ടെ.